നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കോലാലംപൂരിലെ ചൈന ടൗണിലാണ്. ജലാൻ പെറ്റാലിംഗ് അല്ലെങ്കിൽ പെറ്റാലിംഗ് സ്ട്രീറ്റ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സെൻട്രൽ മാർക്കറ്റ് ഇവിടുത്തെ. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഞാൻ വന്നേക്കുന്നത്, കാരണം തിരക്ക് ഇച്ചിരി കുറവ്. യൂഷ്വലി ഇവിടെ ശനിയാഴ്ചകളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. കോലാലംപൂരിലെ ഏറ്റവും മെയിൻ അട്രാക്ഷനാണ് ഈ പെറ്റാലിംഗ് സ്ട്രീറ്റ്, അഥവാ നമ്മുടെ ചൈന ടൗൺ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എല്ലാ ദിവസവും വന്നു പോകുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ എല്ലാ ദിവസവും വന്നു പോകുന്നു. കാരണം അതുപോലെ തന്നെ ഷോപ്പിങ്ങും പിന്നെ ഒട്ടനവധി ഭക്ഷണശാലകളൊക്കെ ഈ സ്ട്രീറ്റിലുണ്ട്. ഇവിടെ എല്ലാ സംഭവവും നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാം കേട്ടോ. ഇവർ വലിയ വില പറയുമ്പോൾ കുറച്ച് മേടിക്കാം. പെത്താലിംഗ് സ്ട്രീറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെയും ഫസ്റ്റ് കോപ്പി ഐറ്റംസ് കിട്ടും, പക്ക ഒറിജിനൽ പോലെ ഇരിക്കുന്നത്. ബാഗുകൾ, ഷൂസ്, തുണിത്തരങ്ങൾ, പിന്നെ അതുപോലെ തന്നെയുള്ള സുവനീഴ്സ്. ശരിക്കും അവർ പറയണതിൻ്റെ പകുതി വിലക്ക് നമുക്ക് കിട്ടുന്ന സാധനം വാങ്ങി പോകാൻ പറ്റും. നമ്മൾ അതനുസരിച്ച് ബാർഗെയിൻ ചെയ്ത് വേണം വാങ്ങാനായിട്ട്. പലതരത്തിൽ ചൈനീസ് ലാൻഡേൺസ് വെച്ചേക്കുന്നുണ്ട് ഈ കടയിൽ. കടക്കാരനെ കാണാനില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട്. അതാണ് കയറി ഷൂട്ട് ചെയ്തത്. എല്ലാ ബ്രാൻഡിൻ്റെയും ഫസ്റ്റ് കോപ്പി ഐറ്റംസ് കിട്ടുമെന്നുള്ളത്. മോൺ ബ്ലാങ്ക്, റോളക്സ് ഒക്കത്തിൻ്റെയും ഫസ്റ്റ് കോപ്പി ഐറ്റംസ് കണ്ടാൽ മനസ്സിലാവില്ല പെട്ടെന്ന്. ഈ ഒരു സ്ട്രീറ്റ് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ചൈന ടൗൺ. ഇതിൻ്റെ ബാക്കിലായിട്ടും ഇഷ്ടംപോലെ കെട്ടിടങ്ങളും ഹോട്ടൽസും ഒക്കെ ഉണ്ട്. ചൈന ടൗൺ എന്ന് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ടൂറിസ്റ്റുകളൊക്കെ അറ്റ്ലീസ്റ്റ് 2-3 സുവനീർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ട്രീറ്റിൻ്റെ ഒരു വശത്ത് മൊത്തം സ്ട്രീറ്റ് ഫുഡ് സ്റ്റോൾസാണ്. അത് ഇക്കാൻ ബക്കറ, നമ്മൾ ബാർബക്യൂഡ് ഫിഷ്, പിന്നെ അസാം ലക്സ, കറി നൂഡിൽസ്, അങ്ങനെ നിരവധി മലേഷ്യൻ ചൈനീസ് ഐറ്റംസ് ഇവിടെ കിട്ടും. ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ടൈമിലാണ് ഈ സ്ട്രീറ്റിലേക്ക് വരികയെന്ന്. ഇവിടെ കംപ്ലീറ്റ് ഡെക്കറേഷൻസും ചൈനീസ് ലാംപ്സ്, പിന്നെ അതുപോലെ തന്നെ ഒരു മുകളിലേക്ക് ഒരു വലിയൊരു ഡ്രാഗൺ ഇതൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. മലേഷ്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡൂറിയനാണ് കാണുന്നത്. ഡൂറിയൻ അത് നമ്മുടെ നാട്ടിലെ ചക്കപ്പഴം പോലത്തെ ഒരു സാധനം. അതെ, മിസ്റ്റർ ബീനിലെ ടെഡി ബെയർ. ഞാനിപ്പോൾ പെറ്റാലിംഗ് സ്ട്രീറ്റിൻ്റെ മറ്റൊരു അറ്റത്തേക്കാണ് നടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് മെർഡെക്ക 118, അതായത് നമ്മളിവിടുത്തെ ടെലികോം ടവർ, ഒരു ആൻറ്റിന ടവർ കാണാൻ പറ്റും. മലേഷ്യയിലെ ഏറ്റവും പൊക്കമുള്ള കെട്ടിടമാണ് ലെഫ്റ്റ് സൈഡായിട്ട്. അതിപ്പോൾ ആ നീല ബിൽഡിങ്. ഞാൻ സ്ട്രീറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നല്ല മഴയാണ്. ഞാൻ കാരണം കുടയൊക്കെ എടുത്തു. സ്ട്രീറ്റിൽ നിന്ന് തന്നെ ഒരു ബർഗറും കൂടി വാങ്ങി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് പസാർസെനി മെട്രോ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് ചൈന ടൗൺ കാണാം.